ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ മക്കൾ ഈ ടോപ്പിക്ക് പഠിച്ചു പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ എ ഗ്രേഡ് എന്നുള്ളൊരു മാർക്ക് ഉണ്ടല്ലോ മക്കളെ, അതങ്ങോട്ട് കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലെ മാർജിനലൈസേഷൻ എന്നുള്ളൊരു ചാപ്റ്ററിലടാ അരികുവൽക്കരണം നിങ്ങൾ അവിടെ പഠിച്ചു വെക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ സാർ പറഞ്ഞു തന്നാലോ? യെസ്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് മാർജിനലൈസേഷൻ, എന്താണ് അരികുവൽക്കരണം, എന്താണ് മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം? എടാ, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും എല്ലാവർക്കും ഒരു ഈക്വൽ കൺസിഡറേഷൻ കിട്ടണമല്ലോ, തുല്യ പരിഗണന കിട്ടണമല്ലോ. പക്ഷെ തുല്യ പരിഗണന കിട്ടാതെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തെ വിളിക്കുന്ന പേരാണ് മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാർ അങ്ങനത്തെ വിഭാഗങ്ങളൊന്ന് പറഞ്ഞല്ലോ? യെസ്, ചോദിക്കും. മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം നേരിടുന്ന വിഭാഗങ്ങളാണ് സ്ത്രീകൾ, വുമൺ. എടാ, അവർക്ക് ചിലപ്പോൾ ആണുങ്ങളെ പോലെ പുറത്തിറങ്ങാൻ, രാത്രി പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ദൂരെ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ, അങ്ങനെ പല രീതിയിലും വുമൻസ്. പിന്നെ എക്സ് പ്രിസണർ, ജയിൽ മോചിതർ, പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൾക്കാർ, ഭിന്നശേഷിക്കാർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മൈനോറിറ്റീസ്, ന്യൂനപക്ഷക്കാർ, ട്രൈബൽസ്, ഗോത്ര വിഭാഗക്കാർ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കൾ പഠിച്ചേക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കി വെക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഇതിൽ പ്രധാനപ്പെട്ട. രണ്ട് രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് ഈ പറയുന്ന അരികുവൽക്കരണം, മാർജിനലൈസേഷൻ സംഭവിക്കാറുണ്ട്. ഒന്ന് മാൻമെയ്ഡ്, മനുഷ്യന്മാർ വരുത്തിക്കുന്നതും, പിന്നെ പ്രകൃതിയും. എർത്ത് ക്വേക്ക്, ഫ്ലഡ്, ഭൂമി കുലുക്കം, വെള്ളപ്പൊക്കമൊക്കെ അത് മനുഷ്യന്മാരല്ല, അത് പ്രകൃതിയാണ്. എന്നാൽ ആക്സിഡന്റ്, അങ്ങനത്തെ വാറ്, യുദ്ധം, ഈ കാര്യങ്ങളൊക്കെ എന്താ മാൻമെയ്ഡ് ആണ്. ഇനി ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാരെ പേര് പറയുന്നുണ്ട് മക്കളെ, അവരിത് നന്നായിട്ട് പഠിച്ചു വെക്കണേ. അതായത് ശ്രീനാരായണ ഗുരു, നഞ്ചിയമ്മ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞല്ലേ അല്ലേ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പേര് പഠിച്ചു വെക്കണം. പിന്നെ എന്തുകൊണ്ട് ഡിസ്ക്രിമിനേഷൻ, ഈ പറയുന്ന നമ്മുടെ വിവേചനം അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ട് തള്ളുന്നുണ്ട്. ഡിസ്ക്രിമിനേഷനെ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഭരണഘടനയിൽ ഫുള്ളായിട്ട് ഡിസ്ക്രിമിനേഷനെ മുഴുവനായിട്ട് എന്ത് ചെയ്തത്, ഒഴിവാക്കിയെന്നും കൂടി മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ ഒരു ടോപ്പിക് കൂടി പഠിച്ചാൽ സെറ്റായി. അപ്പോൾ ഇതിലെ നഞ്ചിയമ്മ മറക്കരുത് മക്കളെ, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടോ. നഞ്ചിയമ്മയുമായി ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ പറയുന്നത്. നഞ്ചിയമ്മ എന്ന് പറയുന്നത് എന്താ, അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിലൊരു പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. അതായത് ട്രൈബ്സ്, ഗോത്രവർഗ്ഗക്കാരൻ. നഞ്ചിയമ്മൻ അറിയില്ലേ? അങ്ങനത്തെ ഒരു ഇതില്ലേ, അതെന്നാണ് മക്കളെ. അപ്പോൾ സെറ്റാക്കുക, അടിപൊളിയാക്കുക, ജിൽ ജില്ലാക്കുക, അടിപൊളി. യെസ്.